ഹലോ കൂട്ടുകാരെ, ഇപ്പോൾ നിങ്ങൾ സ്മാർട്ട് സ്വിംഗ് ട്രേഡർ കാണുകയാണ്. ഈ ചാനലിലെ വീഡിയോകൾ തുടർന്നും കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തും. ഓപ്ഷൻ ട്രേഡിംഗ് തുടക്കക്കാർക്ക് അനുയോജ്യമല്ലാത്തത് എന്തുകൊണ്ട്? അതിനുള്ള 10 പ്രധാന കാരണങ്ങൾ നോക്കാം. 1. ഉയർന്ന റിസ്ക്. ലിവറേജ് വഴി ഓപ്ഷനുകൾക്ക് ഉയർന്ന ലാഭവും ഉയർന്ന നഷ്ടവും നേടാൻ കഴിയും. തെറ്റായ പ്രവചനം വലിയ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. 2. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാകും. കാലക്ഷയം. ഓപ്ഷനുകളുടെ കാലഹരണ തീയതി ആയിരിക്കും. കാലം കഴിയുന്തോറും അതിന്റെ മൂല്യം കുറയും. ഇത് പുതുമുഖങ്ങൾക്ക് തെറ്റായ പ്രവചനങ്ങൾക്ക് കാരണമാകും. 3. സങ്കീർണമായ ഡിസൈൻ. സങ്കീർണത. കോൾ, പുട്ട്, സ്ട്രൈക്ക് പ്രൈസ്, ഇംപ്ലൈഡ് വോളറ്റിലിറ്റി, ഗ്രീക്കുകൾ, ഡെൽറ്റ, തീറ്റ, ഗാമ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിക്കും. 4. മൂല്യം കണക്കാക്കുന്നതിലെ ബുദ്ധിമുട്ട്. വില നിശ്ചയിക്കൽ ബുദ്ധിമുട്ട്. ബ്ലാക്ക് ഷോൾസ് മോഡൽ കണക്കുകൂട്ടലുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഓപ്ഷൻ മൂല്യം. ഇതിൽ പ്രീമിയം, ആന്തരിക മൂല്യം, ബാഹ്യമൂല്യം മുതലായവ ഉൾപ്പെടുന്നു. ഇത് പുതുമുഖങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാം. 5. മാനസികാവസ്ഥയും വൈകാരിക ക്ലേശവും. വൈകാരിക സമ്മർദ്ദം. ഓപ്ഷനുകൾക്ക് ഉയർന്ന ചാഞ്ചാട്ടമുണ്ട്. തുടക്കക്കാരായ നിക്ഷേപകർ തൽക്ഷണ ലാഭം നേടുന്നതിനും നഷ്ടം വരുത്തുന്നതിനും വേണ്ടി തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. 6. വിപണിയിലെ ചലനം മനസ്സിലാക്കുന്നതിൽ പരാജയം. മാർക്കറ്റ് ദിശയെക്കുറിച്ചുള്ള തെറ്റായ വിലയിരുത്തൽ. ഓപ്ഷനുകളിൽ വിജയിക്കാൻ നിങ്ങൾ വിപണിയുടെ ദിശ കൃത്യമായി പ്രവചിക്കേണ്ടതുണ്ട്. ബുള്ളിഷ്, ബെയറിഷ്, സൈഡ്വേസ്. പുതുമുഖങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണ്. 7. പണ മാനേജ്മെന്റിന്റെ അഭാവം. മോശം പണ മാനേജ്മെന്റ്. കൃത്യമായ പണ മാനേജ്മെന്റ് ഇല്ലാത്ത വളരെ വലിയ നിക്ഷേപം. 1-2 ഓപ്ഷനുകൾ ഇടുക. എല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 8. സ്ഥിരവരുമാനമില്ല. സ്ഥിരമായ ലാഭത്തിന്റെ അഭാവം. ഓഹരികളിലെ ദീർഘകാല നിക്ഷേപം സ്ഥിരമായ വരുമാനം നൽകും. പക്ഷേ ഓപ്ഷനുകൾ കൂടുതൽ അപകടസാധ്യതയുള്ളതാണ്. ലാഭം ഉറപ്പില്ല. 9. വിപണിയിലെ ചലനാത്മകത മനസ്സിലാക്കാതെ പ്രവേശിക്കുന്നത്. വിപണിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ. ഓപ്ഷനുകളിൽ വിജയിക്കാൻ ഓഹരി വിപണി, സാമ്പത്തിക വിപണികളെയും സാമ്പത്തിക സാഹചര്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കണം. ഇത് പുതുമുഖങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കാം. 10. ഉയർന്ന ബ്രോക്കറേജും സ്ലിപ്പേജ് പ്രശ്നവും. ഉയർന്ന ചെലവുകളും നിർവഹണ പ്രശ്നങ്ങളും. ഓപ്ഷനുകൾക്ക് ഉയർന്ന ബ്രോക്കറേജ് ചാർജുകളും സ്ലിപ്പേജും വില വ്യത്യാസം ഉണ്ട്. തെറ്റായ വ്യാപാര നിർവഹണം തുടക്കക്കാർക്ക് നഷ്ടം വർദ്ധിപ്പിക്കും. തീരുമാനം. ഓപ്ഷൻസ് ട്രേഡിംഗ് മികച്ച ലാഭ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും തെറ്റായ തീരുമാനങ്ങളും ദുരന്തത്തിന് കാരണമാകും. തുടക്കക്കാർ ഓഹരി നിക്ഷേപങ്ങളിൽ പൂർണ്ണ പരിചയം നേടിയതിനുശേഷം മാത്രമേ ഓപ്ഷനുകളിലേക്ക് കടക്കാവൂ. തുടക്കക്കാർക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്? 10 പ്രധാന കാരണങ്ങൾ നോക്കാം. 1. ശക്തമായ വിപണി പരിജ്ഞാനം. ഓഹരികൾ, ഓഹരി വിപണി നിയന്ത്രണങ്ങൾ. ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ അനാലിസിസ് മനസ്സിലാക്കിയതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ കഴിയൂ. 2. റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ. ശരിയായ റിസ്ക് മാനേജ്മെന്റ് പ്ലാൻ. സ്റ്റോപ്പ് ലോസ്, പൊസിഷൻ സൈസിംഗ്, ക്യാപിറ്റൽ അലോക്കേഷൻ തുടങ്ങിയ സംരക്ഷണ നടപടികൾ നടപ്പിലാക്കാനുള്ള കഴിവ് ലഭിച്ചതിനുശേഷം ഓപ്ഷൻസ് ട്രേഡിംഗ് നടത്താവുന്നതാണ്. 3. ഓഹരി വ്യാപാരത്തിൽ പരിചയം. നേരിട്ടുള്ള സ്റ്റോക്ക് ട്രേഡിംഗിൽ കുറച്ച് വർഷത്തെ പരിചയം, 2ാം അല്ലെങ്കിൽ 3ാം വർഷം നേടിയ ശേഷം ഓപ്ഷൻ ട്രേഡിംഗ് ആരംഭിക്കാവുന്നതാണ്. 4. ഓപ്ഷനുകളെക്കുറിച്ചുള്ള പൂർണ്ണമായ ധാരണ. ഓപ്ഷൻ അടിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ. കോൾ, പുട്ട്, സ്ട്രൈക്ക് പ്രൈസ്, എക്സ്പയറി ഡേറ്റ്, ITM, ATM, OTM, ഗ്രീക്കുകൾ, ഡെൽറ്റ, ഗാമ, തീറ്റ, വേഗ മുതലായവ ശരിയായി മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. 5. ഡെമോ ട്രേഡിംഗ്, പേപ്പർ ട്രേഡിംഗ് പരിചയം, വെർച്വൽ ട്രേഡിംഗിൽ പരിചയം. യഥാർത്ഥ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് പേപ്പർ ട്രേഡിംഗ്, ഡെമോ ട്രേഡിംഗ് വഴി കുറഞ്ഞത് 3 മുതൽ 6 വരെ മാസമെങ്കിലും ശ്രമിച്ച് വിജയം കണ്ടതിനുശേഷം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. 6. ശരിയായ വ്യാപാര തന്ത്രം. നന്നായി പരീക്ഷിച്ച ഒരു തന്ത്രം. ഇൻട്രാഡേ, സ്വിംഗ്, ഹെഡ്ജിംഗ്, സ്പ്രെഡ്സ്, സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ തുടങ്ങിയ ഓപ്ഷൻ തന്ത്രങ്ങളിൽ പ്രാവീണ്യം നേടിയ ശേഷം നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാം. 7. പക്വതയും നിയന്ത്രണവും. വൈകാരികവും മനഃശാസ്ത്രപരവുമായ തയ്യാറെടുപ്പ്. മോശം വിപണി സാഹചര്യങ്ങളിൽ നിങ്ങൾ ശാന്തത പാലിക്കേണ്ടതുണ്ട്. ഭയം, അത്യാഗ്രഹം, അമിത ആത്മവിശ്വാസം കൈകാര്യം ചെയ്യാൻ പഠിച്ചതിനുശേഷം നിങ്ങൾക്ക് വ്യാപാരം നടത്താം. 8. ലളിതമായ വഴികളിൽ നിന്ന് ആരംഭിക്കുന്നു. ലളിതമായ തന്ത്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു. നേരിട്ട് ഓപ്ഷൻ വാങ്ങാതെ തന്നെ കവേർഡ് കോൾ അല്ലെങ്കിൽ ക്യാഷ് സെക്യൂർഡ് പുട്ട് പോലുള്ള കുറഞ്ഞ റിസ്ക് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആരംഭിക്കാം. 9. ഉചിതമായ നിക്ഷേപ മൂലധനം. ആവശ്യത്തിന് വ്യാപാര മൂലധനം. നഷ്ടം താങ്ങാൻ ആവശ്യമായ ഫണ്ട് ഉണ്ടായിരിക്കണം. വളരെ കുറച്ച് പണത്തിൽ മാർജിൻ ട്രേഡിംഗ് ആരംഭിച്ചാൽ
നിങ്ങൾക്ക് പെട്ടെന്ന് പണം നഷ്ടപ്പെടാം. 10. പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്കായുള്ള പരിശോധന. വ്യത്യസ്ത വിപണി സാഹചര്യങ്ങളിൽ പരിശോധന. ബുൾ, ബെയർ, സൈഡ്വേസ് മാർക്കറ്റ് തുടങ്ങിയ വ്യത്യസ്ത വിപണി സാഹചര്യങ്ങളിൽ ഓപ്ഷനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതുണ്ട്. തീരുമാനം. പുതുമുഖങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡിംഗ് നടത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ ഓഹരി വിപണിയിൽ പരിചയം നേടേണ്ടതുണ്ട്. പിന്നെ നിങ്ങൾ പേപ്പർ ട്രേഡിംഗ് നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ പണം നിക്ഷേപിക്കാൻ കഴിയൂ. ഈ വീഡിയോയിലോ മുൻകാല അഭിപ്രായങ്ങളിലോ പരാമർശിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സ്വിംഗ് ട്രേഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറിൽ ലഭ്യമാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതും വ്യാപാരം നടത്തുന്നതും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. ഞങ്ങൾ സെബി രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ നാസ്ഡാക്ക് രജിസ്റ്റർ ചെയ്ത അനലിസ്റ്റോ അല്ല. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ ലാഭത്തിനോ നഷ്ടത്തിനോ സ്വിംഗ് ട്രേഡർ ഉത്തരവാദിയല്ല. ഈ ഉള്ളടക്കത്തിന്റെ പ്രധാന ലക്ഷ്യം ഓഹരി വിപണിയെക്കുറിച്ചുള്ള അറിവും അവബോധവുമാണ്. അതിനാൽ ഞങ്ങൾ ഉത്തരവാദികളല്ലെന്നും നിയമപരമായ നടപടികൾക്ക് ബാധ്യസ്ഥരല്ലെന്നും നിങ്ങൾ സമ്മതിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.